ഇത് ഓക്കെ ആണോ? സനയ്ക്ക് ഓക്കെ ആണോ? സന ഇപ്പോൾ ഓക്കെ ആണോ? നിരഞ്ജൻ അത് നേരത്തെ ചെയ്തത് അങ്ങ് വെട്ടിയാൽ. അതായത് ഇവിടെ ഒന്നും ചെയ്തില്ല. ഇവിടെ ഓൾറെഡി 2x - 3/x = 1 ആണ്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എന്താ 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ എക്സ് ഡിനോമിനേറ്റർ ആക്കണം. ഡിനോമിനേറ്റർ കോമൺ ആക്കാൻ വേണ്ടി ഇൻറ്റു എന്ത് ചെയ്തു? ഇവിടെ ഇൻറ്റു എക്സ് ചെയ്തു, മോളിൽ ഇൻറ്റു എക്സ് ചെയ്തു. -3/x അതേപോലെ = 1 എന്ന് എഴുതി. അപ്പോൾ 2x × x എന്ന് പറയുമ്പോൾ എത്ര? x² ആണ്. അപ്പോൾ 2x² എഴുതി, ഡിവൈഡ് ബൈ താഴെ x -3/x = 1. അവിടെ നിന്ന് 2x² - 3x ഡിനോമിനേറ്റർ കോമൺ ഒരുമിച്ച് എഴുതി, x = 1. ഈ എക്സിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 1 × x 1x എന്ന് വന്നു. എന്നിട്ട് ഈ 1x ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോൾ 2x² - 1x - b -3 = 0. ഇനി എയും ബിയും സിയും കണ്ടുപിടിച്ചിട്ട് പ്രൊഡക്റ്റ് എന്താ? പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ a × c = എത്രയാണ്? 2 × -3 = എത്രയാണ്? -6. അടുത്ത ബി പ്രൊഡക്റ്റ് സം എത്രയാണ്? സം എന്ന് പറയുമ്പോൾ എത്ര? സം എന്ന് പറയുമ്പോഴത്തേക്കും ബി ആണ്. ബി എന്ന് പറയുമ്പോൾ എത്ര? -1. നമുക്ക് 2 നമ്പർ കിട്ടണം. ആ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6ഉം ആ 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ എത്ര വരണം? -1ഉം വരണം. നമ്പർ എത്ര? 3 × 2 ചെയ്യാം. 3 × 2 ചെയ്യാം. -3 × 2 എന്ന് പറയുമ്പോൾ -6. -3 + 2 എന്ന് പറയുമ്പോഴത്തേക്കും -1 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് -3ഉം 2 ആണ്. അപ്പോൾ -1x സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെ എഴുതുക. 2x² - 3x + 2x - 3 = 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് x കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ? 2x - 3. ഇവിടെ നിന്ന് പ്ലസ് ഒന്നും കോമൺ എടുക്കാനില്ല, 1 കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്താ? 2x - 3 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വീണ്ടും എന്താ? ഇവിടെ 2x - 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ =0 ഉണ്ട്. 2x - 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ x + 1 = 0. അങ്ങനെയാണെങ്കിൽ 2x - 3 കോമൺ എടുത്തു. ഇവിടെ രണ്ടിടത്തും ഇവിടെയും 2x - 3 ഉണ്ടല്ലോ, അതെടുത്ത്. ഇവിടെ 2x - 3 എങ്ങനെ വന്നെന്നാണോ ചോദിച്ചത്? ഇവിടെ അതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 2x - 3 അല്ലേ. ഇതിനകത്തുനിന്ന് x കോമൺ എടുത്ത്, ഇതിനകത്തുനിന്ന് കോമൺ എടുക്കാനൊന്നുമില്ല. അപ്പോൾ 1 കോമൺ എടുക്കാം. 1 കോമൺ എടുത്തിട്ട് 2x - 3 അതേപോലെ തന്നെ എഴുതി. x + 1 എവിടെ വന്നു? അത് വേണ്ട. ഈ രണ്ടെണ്ണത്തിനകത്തുനിന്ന് 2x - 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ x പ്ലസ് ഇവിടെ 1. മനസ്സിലായോ? ഇനിയും സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. എന്താ? 2x - 3 = 0. 2x = +3. x = +3/2. ഇവിടെ x + 1 = 0. x = -1. ശരിയാണോ? നിരഞ്ജന് മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ എഴുതുകയാണ്. x - a/b the whole square = a²/b². ദേവനാരായൺ കേൾക്കാമോ? ദേവനാരായൺ? യെസ് സർ, കേൾക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വേണ്ടത് ഇത് എഴുതിക്കോ. കാണാമോ? കാണാം.
അതിനെ അതെങ്ങനെ അത് ഇത് ചെയ്യണം. ദേവനാരായണൻ എഴുതിയോ? എഴുതി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേണ്ടിയതാണ്, ചെയ്തോളൂ. വേണ്ടിയതാണ്, എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു. ഇതിനെ a - b ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തു, എന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതാ 2x അതായത് ഇപ്പൊ ഇത് a ഇത് b എന്ന് പറഞ്ഞാൽ a - b ഹോൾ സ്ക്വയർ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. അപ്പൊ ഇത് നോക്കിയോ, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു a ബൈ ബി പ്ലസ് എന്താ a ബൈ ബി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഈസിക്വൽ ടു എന്താ a സ്ക്വയർ b സ്ക്വയർ അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 2xa ബൈ ബി അല്ലേ, പ്ലസ് എന്താ ഇത് a സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്നാക്കാമല്ലോ. ഈസിക്കൽ എന്താ a സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 2xa ബൈ ബി പ്ലസ് എന്താ a സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് a സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസിക്കൽ ടു 0 ആണല്ലോ. ഇത് രണ്ടെണ്ണം എന്ത് ചെയ്തു, പോയി, 0 ആയി. ബാക്കി എന്താ എക്സ് സ്ക്വയർ മൈനസ് 2a ബൈ ബി എക്സ് എന്നാക്കാം അല്ലേ, ഈസിക്കൽ ടു 0. കാരണം അങ്ങനെ ആക്കിയത് ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസിക്കൽ ടു 0 എന്ന് പറഞ്ഞ ഫോമിലോട്ട് ആക്കുമ്പോൾ അങ്ങനെ ആക്കും, എക്സിൻ്റെ കൂടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എന്ത് കോമൺ എടുക്കാം, എക്സ് കോമൺ എടുക്കാം. എക്സ് കോമൺ എടുത്താൽ ബാക്കി എന്ത് വരും, എക്സ് മൈനസ് 2a ബൈ ബി എന്ന് വരും, ഈസിക്കൽ ടു 0. അപ്പം ഒന്നാമത്തെ വാല്യൂ എന്തായിരിക്കും 0യുടെ, എക്സ് ഈസിക്കൽ ടു 0 എന്ന് എടുക്കുക. രണ്ടാമത്തേത് ഈ ബ്രാക്കറ്റിന് എന്നുള്ളത് എക്സ് മൈനസ് 2a ബൈ ബി ഈസിക്കൽ ടു 0. ഇത് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എക്സ് ഈസിക്കൽ ടു പ്ലസ് 2a ബൈ ബി. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ, 2 സീറോസ്. ക്വാഡ്രാറ്റിക് ഇക്വേഷന് എത്ര സീറോസ് വേണം, എത്ര എക്സിൻ്റെ വാല്യൂ വേണം, 2 വാല്യൂസ് വേണം. ഓക്കെ ആണല്ലോ. നീ ഇന്ന് തന്നെ ആ വീഡിയോ പോയി കാണണം, ഇന്നലത്തെ. അല്ല അയക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. സന, ദേവനാരായൺ, നിരഞ്ജൻ. നിരഞ്ജൻ ഓക്കെ ആണോ? പറഞ്ഞോ, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഇവിടെ നോക്കിയോ, ഇവിടെ എക്സ് മൈനസ് എ ബൈ ബി ദി ഹോൾ സ്ക്വയർ ഈസിക്കൽ എ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്നാണ്. ഇതിപ്പോൾ എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എക്സ് ഇൻറ്റു എ ബൈ ബി പ്ലസ് ബി സ്ക്വയർ എ ബൈ ബി ദി ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു എന്താ എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണോ? സന, മനസ്സിലായെങ്കിലേ ആയെന്ന് പറയാമോ? ആയില്ല. ഇവിടെ നോക്ക്, എക്സ് മൈനസ് എ ബൈ ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണോ? സനയോടാണേ, സനയോടാ. അതെ. അപ്പം എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ ഇത് എ ഇത് ബി ആയിട്ട് എടുക്കുവാണെങ്കിൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? ഓക്കെ. അപ്പം എക്ക് പകരം എക്സും ബിക്ക് പകരം എ ബൈ ബി എടുത്താൽ മതി. അപ്പം നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു എ ബൈ ബി പ്ലസ് എ ബൈ ബി ദ ഹോൾ സ്ക്വയർ ആണോ? ഇങ്ങനെയല്ലേ, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണോ? ഈസിക്കൽ ടു എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണോ? അടുത്ത സ്റ്റെപ്പിൽ എക്സ് സ്ക്വയർ മൈനസ് ഇതിനെ ഞാൻ 2xa ബൈ ബി എന്നാക്കുകയാണ്, പ്ലസ് എ ബൈ ബി ദി ഹോൾ സ്ക്വയറിനെ ഞാൻ എ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് തന്നെ ആക്കുകയാണ്, ഈസിക്കൽ ടു എന്താ എ സ്ക്വയർ ബൈ ബി സ്ക്വയർ. എന്നിട്ട് ഞാൻ ഈ എ സ്ക്വയർ ബൈ ബി സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ്
2a/b(x) എന്നങ്ങ് ആക്കുകയാണ്, പ്ലസ് a²/b² മൈനസ് a²/b² ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടെണ്ണം കട്ട് ചെയ്ത് പോയി. അങ്ങനെയാണെങ്കിൽ x² മൈനസ് 2a/bx ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഓക്കെ സർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എക്സ് മൈനസ് 2a/b ഈസ് ഈക്വൽ ടു 0 എന്ന് വരുന്നു. ഇതൊരു ടേം ആയിട്ട് എടുക്കുക, ഇതൊരു ടേം ആയിട്ട് എടുക്കുക. അപ്പോൾ ഇത് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതുക. എന്നിട്ട് എക്സ് മൈനസ് 2a/b ഈസ് ഈക്വൽ ടു 0 ആയിട്ട് എടുക്കുക. അവിടുന്ന് എക്സ് ഈസ് ഈക്വൽ ടു ഇതിനെ കംപ്ലീറ്റ് ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 2a/b. നമുക്കറിയാം എക്സിന് രണ്ട് വാല്യൂ ഉണ്ടാവും, ഒരെണ്ണം 0യും ഒരെണ്ണം ഇതുവാണ്. ക്ലിയർ? യെസ് സർ. ഓക്കെ, അടുത്തത് ax² മൈനസ് 2bx ഈസ് ഈക്വൽ ടു 0. ഇത് സിംപിളി എന്താ, ഇതെന്താ, ഇത് വേറെ ഒന്നും ചെയ്യാനില്ല, മറ്റേ ജസ്റ്റ് ഫാക്ടറൈസ് ചെയ്താൽ മതി. എന്താ, എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ax മൈനസ് 2b ഈസ് ഈക്വൽ ടു 0. ആദ്യം എന്ത് കൊടുക്കുക, എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഇനി അടുത്ത് എന്ത് ചെയ്യുക, ax മൈനസ് 2b ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അവിടുന്ന് ax ഈസ് ഈക്വൽ ടു പ്ലസ് 2b എന്നാക്കുക. അവിടുന്ന് എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് 2b ഡിവൈഡഡ് ബൈ a എന്നാക്കുക. കണ്ടോ, എക്സിന് രണ്ട് വാല്യൂ കിട്ടി. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ 3a² x² പ്ലസ് 8abx ഈസ് ഈക്വൽ ടു 0 തന്നെ ചെയ്തു. ചെയ്തോ, സിമ്പിൾ അല്ലേ? ഇവിടെ നിന്ന് ത്രീ കോമൺ എടുക്കാൻ പറ്റുമോ? ഇല്ല, 3 കോമൺ എടുക്കാൻ പറ്റത്തില്ല. എ കോമൺ എടുക്കാം, എക്സും കോമൺ എടുക്കാം അല്ലേ? അപ്പം ബാക്കി എന്ത് വരും? ഇവിടെ 3ax വരും, പ്ലസ് എന്ത് വരും? 8bയും വരും, ഈസ് ഈക്വൽ ടു 0 അല്ലേ? ഇതിനെ ഒരു ടൈം ആക്കുക, ഇതിനെ ഒരു ടൈം ആക്കുക. അങ്ങനെയാണെങ്കിൽ ax ഈസ് ഈക്വൽ ടു 0, x ഈസ് ഈക്വൽ ടു 0/a
എക്സ് ഈസിക്കൽ എന്താ 0. അടുത്തത് 3ax പ്ലസ് 8b ഈസിക്കൽ ടു 0. അവിടുന്ന് 3ax ഈസിക്കൽ ടു മൈനസ് 8b. അവിടുന്ന് എക്സ് ഈസിക്കൽ ടു മൈനസ് 8b ഡിവൈഡ് ബൈ 3a. ഇതായിരിക്കും എൻ്റെ ആൻസർ. ഡൗട്ട് ഉള്ളവർ ചോദിക്കാം. രണ്ട് ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. തന്നെ അവിടെ മുൻ തന്നെ എഴുതി. രണ്ട് ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. ഈ ഒരു ടൈപ്പ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ √3x² പ്ലസ് 10x പ്ലസ് 7√3 ഈസിക്വൽ ടു 0. ഇതൊന്ന്. രണ്ടാമത്തേത് a ഇൻറ്റു x² പ്ലസ് 4 ഈസിക്വൽ ടു x ഇൻറ്റു a² പ്ലസ് 4. ഇത് രണ്ട് ഹോംവർക്ക് ചെയ്യടാ. എക്സ് കണ്ടുപിടിക്കാനകത്തോ അത്രേ ഉള്ളൂ. ഇത് രണ്ടെണ്ണം ഹോംവർക്ക് എഴുതിയിട്ടോ. ഇത് രണ്ടും ഇത് തന്നെയാണ്. സോൾവ് യൂസിങ് ഫാക്ടറൈസേഷനാണ്. നോക്കിയോ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. ax² പ്ലസ് 4a² മൈനസ് 3b ഇൻറ്റു എക്സ് മൈനസ് 12ab ഈക്വൽ ടു 0. ഇതെങ്ങനെ ചെയ്യും? വേണ്ട, ഇതെങ്ങനെ ചെയ്യും? ക്വസ്റ്റ്യൻ എഴുതടാ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. നോക്കിയോ, ax² പ്ലസ് ഇത് വെച്ചിട്ട് ഇതിനെ ഇങ്ങോട്ടും വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം 4a² മൈനസ് 3bx മൈനസ് 12ab ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇതിനെ രണ്ടിനെയും ഗ്രൂപ്പ് ചെയ്താൽ ഇവിടുന്ന് ax കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ഇവിടെ ഒരു x വരും, ഇവിടെ എന്ത് വരും? 4a വരും. ആണോ? അല്ലേ? ഇവിടെ നിന്ന് മൈനസ് 3b കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? മൈനസ് 3b കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എക്സ് വരും. മൈനസ് കോമൺ എടുത്തുകൊണ്ട് ഇത് പ്ലസ് ആയി, പിന്നെ 4a ഉള്ളൂ ഈക്വൽ ടു 0. ആണോ? ആണ്. വീണ്ടും ഇതിനകത്തുനിന്ന് രണ്ടിനകത്ത് എന്തുവാ കോമൺ? എക്സ് പ്ലസ് 4a കോമൺ ആണ്. ബാക്കി എന്തെന്ന് വരും? ബാക്കി ഇവിടെ ax മൈനസ് 3b എന്ന് വരും ഈക്വൽ ടു 0. വീണ്ടും എടുക്കുകയാണ്. എക്സ് പ്ലസ് 4a ഈസ് ഈക്വൽ ടു 0, എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 4a. ആണോ? ഇവിടെ ax മൈനസ് 3b ഈസ് ഈക്വൽ ടു 0. അവിടുന്ന് ax ഈസ് ഈക്വൽ ടു പ്ലസ് 3b, അവിടുന്ന് x ഈസ് ഈക്വൽ ടു പ്ലസ് 3b ബൈ a. തന്നെ ചെയ്, നോക്കി ചെയ്യാതെ തന്നെ ചെയ്. കിട്ടിയോ? ദേവനാരായണൻ ഓക്കെ ആണോ? സന ഓക്കെ ആണോ? നിരഞ്ജൻ ഓക്കെ ആണോ? ഓക്കെ. ആ ഹോംവർക്ക് ക്വസ്റ്റിനകത്തൂടെ ഇതും കൂടെ എഴുതിയിട്ടേര്. p² x² പ്ലസ് p² മൈനസ് q² ഇൻറ്റു എക്സ് മൈനസ് q² ഈസ് ഈക്വൽ ടു 0.
ഹോംവർക്ക് ക്വസ്റ്റിനകത്ത് ഇതും കൂടെ എഴുതിയിട്ട് എഴുതിയോ? അടുത്തത് സോൾവ്. 1/x പ്ലസ് 2/x പ്ലസ് 2 ഈക്വൽ ടു 1. ഇത് LCM എടുത്ത് ഡിനോമിനേറ്റർ സെയിം ആക്കണം. എന്ത് ചെയ്താൽ മതി? ഇതിങ്ങോട്ടും ഇതിങ്ങനെയും ക്രോസ് ചെയ്താൽ മതി. ഇതിങ്ങോട്ട് പോകുമ്പോൾ 1 ഇൻറ്റു എന്താ എക്സ് പ്ലസ് 2 ആണോ? ആണ്. പ്ലസ് ഇവിടെ എന്താ 2 ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ താഴെ എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു എന്താ 1. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എക്സ് പ്ലസ് 2 പ്ലസ് എന്തെന്ന് വരും? 2x ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 1. ഇത് എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് നമുക്ക് എക്സ് പ്ലസ് 2 എന്ന് തന്നെത്താൻ അങ്ങ് എഴുതുക, പ്ലസ് 2x എന്ന് എഴുതുക, ഡിവൈഡ് ബൈ ഇതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര? എക്സ് സ്ക്വയർ പ്ലസ് 2x ഈസ് ഈക്വൽ ടു 1. ഇനി ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഈ എക്സ് പ്ലസ് 2x എത്ര? 3x പ്ലസ് 2 ഡിവൈഡ് ബൈ എന്താ? അല്ല, ഡിവൈഡ് ബൈ വേണ്ട, അതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഈസ് ഈക്വൽ ടു എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 2x ആണോ? ഇനി എക്സ് സ്ക്വയറിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പം ഇവിടെ ഒരു എക്സ് സ്ക്വയറേ ഉള്ളൂ. ഞാൻ ആദ്യം എക്സ് സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, പിന്നെ 2xനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പം മൈനസ് എക്സ് സ്ക്വയർ ആദ്യം എഴുതി, പിന്നെ ഓൾറെഡി ഇവിടെ ഒരു 3x കിടപ്പുണ്ട്, ഇപ്പുറത്തുനിന്ന് ഒരു 2x, ഇപ്പുറത്ത് നിന്ന് മൈനസ് 2x ആയി, പിന്നെ ഒരു 2 ഇവിടെ കിടപ്പുണ്ട്, ഈക്വൽ ടു 0 ആയി. ഇനിയും ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ 3x മൈനസ് 2x എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? പ്ലസ് 1x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എപ്പോഴും എന്തായിട്ട് നിർത്താൻ പാടുള്ളൂ? പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് എല്ലായിടത്തുനിന്നും കോമൺ എടുക്കുക. ബാക്കി എന്തെന്ന് വരും? എക്സ് സ്ക്വയർ. പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് 1x, പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് 2 ഈസ് ഈക്വൽ ടു എന്താ? 0. ഈ നെഗറ്റീവ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് അങ്ങ് പോകും. ഓക്കെ, പിന്നെ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? എക്സ് സ്ക്വയർ മൈനസ് 1x മൈനസ് 2. അപ്പം ഇവിടെ എ എന്താ? 1, ബി എന്താ? -1, സി എന്താ? -2. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താ? അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എ ഇൻറ്റു സി ആണ്, ഈസിക്കൽ എത്രയാണ്? 1 ഇൻറ്റു -2 ആണ്. സം എന്ന് പറഞ്ഞാൽ എന്താ? സം എന്ന് പറയുന്നത് ബി ആണ്, ബി എന്ന് പറയുന്നത് -1 ആണ്, ഈസിക്കൽ ടു -2. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് നമുക്ക് 2 നമ്പർ വേണം. ഡാഷ് ഇൻറ്റു ഡാഷ് ഈസിക്കൽ എത്ര? -2. ഡാഷ് പ്ലസ് ഡാഷ് ഈസിക്കൽ എത്രയാണ്? -1 ആണോ? അങ്ങനെയാണെങ്കിൽ എന്താ വരുന്നത്? എന്താ വരും? 2 ഇൻറ്റു 1 ചെയ്യുമ്പോൾ 2 കിട്ടണം, 2 പ്ലസ് 1 ചെയ്യുമ്പോൾ -1 ഉണ്ട്. അപ്പം -2 പ്ലസ് 1 ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 1x മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. എക്സ് കോമ എടുത്തപ്പോൾ x -2, ഇവിടുന്ന് -1 കോമ എടുത്തപ്പോൾ x -2 ഈസ് ഈക്വൽ ടു 0. എക്സ് പ്ലസ് 2 ഒരു സെക്കൻഡ്, ഇവിടെ ഇത് +1 ആണ്. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും എന്ത് ചെയ്യാം? x -2 കോമൺ എടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? x + 1 വരും, ഈസിക്കൽ ടു 0. അവിടുന്ന് x -2 ഈസിക്കൽ 0, x ഈസിക്കൽ ടു 2. ഇവിടെ x + 1 ഈസിക്കൽ 0, x ഈസിക്കൽ എന്താ? -2. ക്ലിയർ? സർ, മണ്ടയ്ക്കോട്ടൊന്ന് സ്ക്രോൾ ചെയ്യാവോ? ഇത് മതിയോ? ഓക്കെ സർ.
എഴുതിയോ? സാറ് താഴത്ത് വന്ന് കാണിക്കാവോ? കാണാമോ അവനെ? സാർ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇത് തന്നെ ചെയ്യണം, ഹെൽപ്പ് ചെയ്യത്തില്ല, തന്നെ ചെയ്യണം. 5/x-2 plus 4/x-1 is equal to 7. അതങ്ങോട്ടും അത് ചെയ്യണം, ഇൻറ്റു x-1 ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഇത് വേണം, ആദ്യം x ഇൻറ്റു x-1 ചെയ്യണം, പിന്നെ -2 ഇൻറ്റു x-1 ചെയ്യണം. ഇത് ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടിട്ടത്, പിന്നെ -2 ഇട്ടിട്ട് പിന്നെ ഇത് എന്ത് അടിക്കുന്നില്ല. ഞാൻ 15 എന്ന നമ്പർ ഇട്ടല്ലേ ഞാൻ നിങ്ങൾക്ക് നോട്ട് അയച്ചു തന്നത്. അപ്പോൾ ഇനി അടുത്തത് 16-ാമത്തെ പേജ് മുതൽ. അപ്പം എനിക്ക് അയച്ചു തരുമ്പം 16, 17, 18, 19 അങ്ങനെ അയച്ചു തരണം. അപ്പം അത് എഴുതുന്നവർക്ക് തെറ്റത്തില്ല, അതുകൊണ്ടാണ്. ഫോട്ടോ എടുക്കുക, അതിനകത്ത് നമുക്ക് ഫോട്ടോ ഇതിനകത്ത് അയക്കുമ്പം അതിനകത്ത് എഴുതാനുള്ള ഇതും കൂടി ഇല്ല, അതിനകത്ത് 16, 17 അങ്ങനെ ഇട്ടങ്ങ് അയച്ചാൽ മതി.
ഇത് നോക്കിയോ, ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യാം, ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യാം, ഇത് തമ്മിൽ ക്രോസ് ചെയ്യാം. അപ്പം നോക്കിയോ, 5 ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 7. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 5x, ഇതിങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്പിൾ ചെയ്യുമ്പം -5 പ്ലസ് ഇത് അകത്തോട്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ എത്ര വരും? 4x മൈനസ് 8 എന്ന് വരും. താഴെ ചെയ്യുമ്പോൾ നോക്കിയോ, ഇങ്ങനെ വരുമ്പോൾ രണ്ട് ടേം ഉള്ള രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് എക്സ് ഇൻറ്റു അടുത്ത ബ്രാക്കറ്റ് എക്സ് മൈനസ് 1, പിന്നെ വീണ്ടും എന്താ -2 ഇൻറ്റു എക്സ് മൈനസ് 1. മനസ്സിലായോ? ഈസ് ഈക്വൽ ടു 7. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ 5x പ്ലസ് 4x 9x, -5 - 8 എന്ന് പറയുമ്പോൾ -30. താഴെ ചെയ്യുമ്പോൾ ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ -1x -2x -2 ഈക്വൽ ടു 7. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, 9x - 13 ഡിവൈഡ് താഴെ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ -1x -1x എന്ന് -2x എന്ന് പറയുമ്പോൾ -3x -2 ഈക്വൽ ടു എത്രയാണ്? 7. ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ബാക്കി എന്തെന്ന് വരും? 9x - 13 ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു എക്സ് സ്ക്വയർ -3x -2 ആണോ? ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 9x - 13 ഈസ് ഈക്വൽ ടു 7x സ്ക്വയർ -21x -14. എക്സ് സ്ക്വയറിന് ഇതെല്ലാം ഒരു ടേബിൾ സൈഡിലോട്ട് കൊണ്ടുവരിക, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പം ഓൾറെഡി -7x സ്ക്വയർ ആയി, അത് ആദ്യം എഴുതി. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു +9x കിടപ്പുണ്ട്, 21ഉം x തന്നെയാണ്, അതുകൊണ്ട് തന്നെ +21x ആയി. ഇനി -13 ഇവിടെ കിടപ്പുണ്ട്, ഇതിങ്ങോട്ട് വന്നപ്പോൾ +14 ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് -7x സ്ക്വയർ 21ഉം ഞാനും കൂടെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30 പ്ലസ് 30x മൈനസ് എത്രയാ? +1 എന്ന് വരും, ഈസ് ഈക്വൽ ടു 0. മൈനസ് കോമൺ എടുക്കാം, എക്സ് സ്ക്വയറിൻ്റെ പോസിറ്റീവായിട്ട് നിർത്താൻ. അപ്പോൾ 7x സ്ക്വയർ -30x -1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്താ വരിക? 7x സ്ക്വയർ -30x -1 ഈക്വൽ ടു 0. പ്രോഡക്റ്റ് എന്താ? a ഇൻറ്റു സി എന്ന് പറയുന്നത് 7 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -7. സം എന്ന് പറയുമ്പോൾ എത്ര? b ആണ്, -30. എങ്ങനെ വരും? ഇൻറ്റു ചെയ്യുമ്പോൾ 7 വരണം. അയ്യോ, ഇതിനകത്ത് തീർന്നിട്ടുണ്ടല്ലോ. ഇത് +2 ആണ്. +2. അപ്പോൾ ഇവിടെ എന്ത് വരും? +2 വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? +2 വരും. അപ്പോൾ ഇവിടെയും +14 വരും. ഇവിടെ വരുമ്പോൾ എന്ത് വരും? ഇവിടെ വരുമ്പോൾ എന്ത് വരും? -14 വരുന്നു. -14 വരുന്നു. ഇവിടെ വരുമ്പോൾ എത്ര വരും? -27 വരുന്നു. -27 വരുന്നു അല്ലേ? ശരിയല്ലേ? -27 മൈനസ് കോമൺ എടുക്കുമ്പോൾ ഇവിടെ +27 വരുന്നു. ഓക്കെ, മൈനസ് ഇവിടെ +27. അപ്പോൾ 27 × 7 ആണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് a × c ആണ്. 27 × 7 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 7 49 4 14 4 18 189. അതേപോലെ തന്നെ സം എന്ന് പറയുമ്പോൾ എത്രയാണ്? -30 ആണ്, ഇല്ലയോ? അപ്പോൾ ഡാഷ് ഇൻറ്റു ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് 189 വരണം. ഡാഷ് പ്ലസ് ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരണം? -13 വരണം. നമ്പർ ഏതൊക്കെയാണ്?
നമ്പേഴ്സ് ഇറക്കിയോ? അല്ലേ? 21 9 21 9 നോക്കാം. 2 മൈനസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്ലസ് ആവും. കറക്റ്റ്. 2 മൈനസ് ഇട്ട് കൊടുത്താൽ പ്ലസ് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ. അങ്ങനെയാണെങ്കിൽ -21 -9. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ? 7x² മൈനസ് 21x മൈനസ് 9x പ്ലസ് 27 ഈസ് ഈക്വൽ ടു എത്രയാണ്? 0. ഇവിടുന്ന് 7x കോമൺ എടുത്താൽ ബാക്കി എന്താ? x മൈനസ് 3. ഇവിടുന്ന് -9 കോമൺ എടുത്താൽ എന്താ? x മൈനസ് 3 ഈസ് ഈക്വൽ ടു 0. ഇവിടുന്ന് x മൈനസ് 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തെന്ന് വരും? 7x മൈനസ് 9 ഈസ് ഈക്വൽ ടു 0 ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് x മൈനസ് 3 ഈസ് ഈക്വൽ ടു 0, x ഈസ് ഈക്വൽ ടു എത്രയാണ്? 3. ഇവിടെ 7x മൈനസ് 9 ഈസ് ഈക്വൽ ടു 0, 7x ഈസ് ഈക്വൽ ടു 9, x ഈസ് ഈക്വൽ ടു 9/7. തന്നെ എഴുതാനായിട്ട് ശ്രമിച്ചു, നോക്കി എഴുതാതെ. തന്നെ എഴുതുമ്പോൾ ഇപ്പം തന്നെ പഠിക്കുമല്ലേ, ഈ നോക്കി വെച്ച് എഴുതാതെ. സംശയം വരുമ്പോൾ മാത്രം നോക്ക്, അതെല്ലാം വെച്ച് കീച്ച് അങ്ങോട്ട് എഴുതാതെ. എഴുതിയോ? ദേവനാരായണൻ എഴുതിയോ?